ഒരു വലിയ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. സപ്പാഡ് 2025 എന്ന സംയുക്ത സൈനികാഭ്യാസത്തിൽ റഷ്യയിൽ നിന്നും ബെലാറസിൽ നിന്നുമുള്ള 100,000-ലധികം സൈനികരാണ് ഒത്തുകൂടിയത്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഒരു അപ്രതീക്ഷിത സന്ദർശനമാണ് നടത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ 12 മുതൽ 16 വരെ ബെലാറസിലെയും റഷ്യയിലെയും നാറ്റോ അതിർത്തികൾക്ക് സമീപമാണ് ഈ അഭ്യാസം നടന്നത്. 100,000-ലധികം സൈനികർ ഈ അഭ്യാസത്തിൽ പങ്കെടുത്തു. ഇത്രയും വലിയ തോതിൽ നടത്തിയ ഈ അഭ്യാസം നാറ്റോ രാജ്യത്ത് ആശങ്കയുടെ വിത്തുകൾ വിതച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പോളണ്ടിൽ ഒരു റഷ്യൻ ഡ്രോൺ വെടിവെച്ചിട്ടതിനു ശേഷം ഒരു പുതിയ രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകളെയാണ് ഈ അഭ്യാസം സൂചിപ്പിക്കുന്നതെന്നാണ് നാറ്റോ പറയുന്നത്. സപ്പാഡ് എന്നാൽ റഷ്യൻ ഭാഷയിൽ പടിഞ്ഞാറ് എന്നാണ് അർത്ഥമാക്കുന്നത്. റഷ്യയും ബെലാറസും തമ്മിൽ 4 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഒരു പ്രധാന സംയുക്ത സൈനികാഭ്യാസമാണ്. ഇരു രാജ്യങ്ങളുടെയും യൂണിയൻ സ്റ്റേറ്റിന്റെ പ്രതിരോധശേഷി പരീക്ഷിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ അഭ്യാസത്തിൽ ആക്രമണങ്ങളെ ചെറുക്കുന്നതിനും നഷ്ടപ്പെട്ട പ്രദേശം വീണ്ടെടുക്കുന്നതിനും അതിർത്തികൾ സംരക്ഷിക്കുന്നതിനും സൈനികർ പരിശീലിക്കുന്നു. ടാങ്കുകൾ ഉരുണ്ടു, യുദ്ധവിമാനങ്ങൾ പറന്നു, ആക്രമണ ഹെലികോപ്റ്ററുകൾ പറന്നു, ഡ്രോണുകൾ പറന്നു, ക്രൂയിസ് മിസൈലുകൾ ഉയർന്നു പൊങ്ങി, അന്തർവാഹിനികൾ ചലിച്ചു എന്നിവ അഭ്യാസത്തിൽ നടന്നിരുന്നു. റഷ്യ ബാരൻസ് കടലിൽ ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിക്കുന്നത് പരിശീലിച്ചു. യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അഭ്യാസം നടക്കുമെന്ന് ബെലാറസ് പ്രതിരോധ മന്ത്രി വിക്ടർ ക്രെനും ഇപ്പോൾ ഇതേ തുടർന്ന് അഭിപ്രായപ്പെട്ടതാണ് നാറ്റോയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷമുള്ള സൈനികാഭ്യാസമാണ് ഇത് എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. 2022 റഷ്യൻ യുക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ സപ്പാഡ് അഭ്യാസമാണിത്. 2021 നടന്ന മുൻ അഭ്യാസത്തിൽ ഏകദേശം 2 ലക്ഷം സൈനികർ പങ്കെടുത്തിരുന്നു. എന്നിരുന്നാലും നിലവിലെ 2025 അഭ്യാസം വലിപ്പത്തിൽ ചെറുതായിരുന്നു. ബെലാറസിൽ നിന്നുള്ള 13,000 സൈനികരും റഷ്യയിൽ നിന്നുള്ള 30,000 സൈനികരും പങ്കെടുത്തതായി ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആകെ 1 ലക്ഷം സൈനികർ പങ്കെടുത്തതായി പുടിൻ പറഞ്ഞു. അതിൽ ഇന്ത്യയുടെ സൈനികരും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.